നമ്മൾ സാധനത്തിൻ്റെ പർച്ചേസിന് പോവാണ്. ബാക്കി നമുക്ക് വഴിയെ കാണാം കേട്ടോ. ഹലോ ഡിയേഴ്സ്, അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ അജുവേട്ടൻ താഴെ വന്നു എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നമ്മൾ താഴെ പോയിരിക്കും കേട്ടോ. ഒരു ഈവനിങ് തൊട്ടുള്ള ഒരു വ്ളോഗാണ്, ഈവനിങ് ടു നൈറ്റ്. ഹായ് സാർ. ഇന്ന് വന്നത് എന്തായിരുന്നു ഒരു സാധനം? അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ മാർക്കറ്റിൽ പോകണം. റിലയൻസിൽ പോകണോ സ്റ്റാർ ബസാറിൽ പോകണോ എവിടെ പോകണം എന്നറിയില്ല. അപ്പോൾ സ്റ്റാർ ബസാറിലാണ് നമ്മൾ പോയത്. കാരണം റിലയൻസിൽ അവരുടെ ഓഫീസിൻ്റെ ആ കാർഡ് അക്സെപ്റ്റബിൾ ആണോ അല്ലയോ എന്നൊന്നും അറിയത്തില്ലാത്ത കാരണം നമ്മൾ സ്റ്റാർ ബസാറിൽ തന്നെ ആട്ടോ പോയത്. അവിടെ കുറച്ച് ദൂരമുള്ളതുകൊണ്ടാണ് നമ്മൾ റിലയൻസിൽ പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അടിച്ച് നിന്നത്. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വീഡിയോ എടുക്കാൻ എനിക്ക് എപ്പോഴും പേടിയാട്ടോ. കാരണം ആൾക്കാരെങ്ങാനും കണ്ട വല്ലതും പറയുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യമോട് ഞാൻ പറഞ്ഞു, ആദ്യം നമ്മൾ വെജിറ്റബിൾസിൻ്റെ സെക്ഷനിലാണ് പോയത്. അപ്പോൾ ആദ്യമോട് പറഞ്ഞു കുറച്ച് വീഡിയോസ് എടുത്തിട്ട്. അപ്പോൾ കുറച്ചൊക്കെ അവൻ എടുത്തു തന്നു. പിന്നെ ഞാൻ തന്നെ എടുത്തു കേട്ടോ. പിന്നെ സെൽഫി ആയിട്ട് എടുത്തു, ബാക്ക് ക്യാമറയിലും എടുത്തു. അങ്ങനെ നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എടുക്കുമായിരുന്നു. എന്തൊക്കെയാണ് ഐറ്റംസ് എടുത്തതെന്നുള്ളത് നമ്മൾ ഫ്രണ്ടിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു കാര്യം അതുപോലെ പറയട്ടെ ഫ്രണ്ട്സ്, എല്ലാവരും ഉണ്ടല്ലോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ അമർത്താനൊന്നും മറന്നു പോരുത് കേട്ടോ. അതുപോലെ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണേ പ്ലീസ്. കാരണം നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ആവുള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ നമ്മുടെ വീഡിയോ കണ്ട് തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. എന്തെങ്കിലും ഒരു സ്മൈലിയെങ്കിലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ശ്രമിക്കാറില്ല. അപ്പോൾ ദയവേത് എല്ലാവരും ഇനിയെങ്കിലും ഇപ്പം തന്നെ ഒന്ന് ലൈക്കും അതുപോലെ തന്നെ ഒരു കമൻറ്റെങ്കിലും ഒരു സ്മൈലിയെങ്കിലും ഒന്ന് ഇടാൻ മറക്കല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരിലേക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് റെസിപ്പീസോ എന്തെങ്കിലും ഇങ്ങനത്തെ വ്ളോഗ്സ് ഇഷ്ടമാവുന്നവർക്കോ റെസിപ്പീസ് ഇഷ്ടമാവുന്നവർക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നെക്സ്റ്റ് സാധനങ്ങളൊക്കെ ഓരോന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് അവനെടുത്തൊന്ന് വീഡിയോ, ബാക്കി ഞാൻ സെൽഫി ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പർച്ചേസ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് വഴിയിൽ ഭയങ്കര ട്രാഫിക്കും തിരക്കും ബ്ലോക്കൊക്കെ ആയിരുന്നു കേട്ടോ. വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ അഹമ്മദാബാദ് ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞാലും പോരാ. നമ്മൾ സിഗ്നലിൽ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു ഇതിൽ പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമൊക്കെ നമുക്ക് സിഗ്നൽ ക്രോസ് ചെയ്യാൻ പറ്റും. ഇയേഴ്സ് അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷേനെക്കാട്ടിലും നല്ലോണം ബഡ്ജറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മാസം കുറച്ച് ബഡ്ജറ്റ് നമുക്ക് നന്നായിട്ട് പിടിച്ച് വെക്കണം. എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി അജുവേട്ടൻ ഓഫീസിൽ അവർക്ക് ഇപ്പം എങ്ങനെയാണ് ഒരു എമൗണ്ട്, ഒരു നിശ്ചിത എമൗണ്ട് അവർ ഓഫീസിൽ നിന്ന് കട്ട് ചെയ്യും സാലറിയിൽ നിന്ന്. അപ്പോൾ ആ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുന്ന എമൗണ്ടിൽ നിന്ന് നമുക്ക് സാധനം വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ടാക്സ് ഡിഡക്ഷൻ ഇല്ലാണ്ടിരിക്കാൻ അങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണോ തോന്നുന്നു. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ വേണം. അപ്പോൾ ഓൾറെഡി നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നാണ് ഇപ്പോൾ വന്നത് പൈസ കയറിയത് കാർഡിൽ. ഓൾറെഡി നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അതിന് പുറമെ ഇപ്പം നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ അരി എല്ലാം വാങ്ങിക്കണമായിരുന്നു. നമുക്ക് ഞാൻ വീട്ടിൽ കാണിച്ചാൽ എന്തൊക്കെയാണ് വാങ്ങിച്ചെന്നുള്ളത്. അപ്പോൾ നമ്മൾ അത്തരം സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കും. സാധാരണ നമ്മൾ വാങ്ങിക്കാറുള്ള സാധനങ്ങളെക്കാട്ടിലും കൂടുതൽ സാധനങ്ങൾ ഇപ്രാവശ്യം നമ്മൾ സാധാരണ പാസ്ത കാര്യങ്ങളൊന്നും വാങ്ങിക്കാറില്ല. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ചു സ്കൂളൊക്കെ കൊണ്ടുപോകുന്ന കാരണം കുറച്ച് വെറൈറ്റി ആയിട്ട് വല്ലപ്പോഴും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന അരി, പച്ചക്കറികളുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും ബഡ്ജറ്റ് കൂടുതൽ പോയിട്ടുണ്ട്. ഇനി പാല് കാര്യങ്ങൾ, പച്ചക്കറി എല്ലാം ഈ മാസം നമുക്ക് നടക്കും. ഇനിയുണ്ടല്ലോ 20 ദിവസം ഈ മാസം എന്ന് പറയുമ്പോൾ. എന്തായാലും നമുക്ക് നോക്കാം. 20 30 ദിവസം കണക്കാക്കണം. കാരണം നെക്സ്റ്റ് 10th വരത്തുള്ളൂ. ഇനി വീണ്ടും കാർഡിൽ അവർ ഗ്രോസറീസിൻ്റെ ഒക്കെ പേയ്മെൻറ്റ്. അപ്പോൾ നമ്മൾ സ്റ്റാർ ബസാറിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പം നമുക്കിനി പോയിട്ട് കാണാം. മാക്സിമം നമുക്ക് ഒരു മാസം എങ്ങനെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലാതെ ഒരു രക്ഷയില്ല. അപ്പം നമുക്ക് ബാക്കി വഴിയെ കാണാൻ വെച്ചാൽ ഇനി പാല് പച്ചക്കറിയൊക്കെ ഇതിന് പുറമേയാണ് ഈ മാസം. അപ്പോൾ ഒരു മാസം നല്ല അതിൽ കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യണം. എന്നാലേ അടുത്ത മാസം നമ്മൾ പച്ചക്കറിയും പാലും വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിലിടുന്ന കാശിൻ്റെ ഒരുവിധം അഡ്ജസ്റ്റ് ആയി പോകുള്ളൂ നമുക്ക്. എന്തായാലും നോക്കാം. നമുക്ക് ബാക്കി വീട്ടിൽ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. പർച്ചേസ് ചെയ്ത സാധനങ്ങൾ എപ്പോഴും ഇങ്ങനെ ലാവിഷായിട്ട് നിങ്ങൾ ഒരിക്കലും വാങ്ങിക്കാറില്ല കേട്ടോ. ഇത് ആദ്യമായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്കിനി നോക്കാം. പിന്നെ വൈകിട്ട് എന്താ ഫുഡ് എന്താ കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ട് നോക്കാം കേട്ടോ. അജുവേട്ടൻ വെള്ളം വാങ്ങിക്കാൻ പോയിരിക്കും മറന്നിട്ട് വെള്ളം കുടിക്കാൻ അയച്ചിട്ട്. അങ്ങനെ അജുവേട്ടൻ വെള്ളം വാങ്ങിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അജുവേട്ടൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോഴും ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് അജുവേട്ടൻ ഓർമ്മിപ്പിച്ചത്. ഒരു അബദ്ധം പറ്റി. അജുവേട്ടൻ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. നമ്മൾ പോയി വലിയ കാര്യത്തിൽ സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ ലിമിറ്റിൽ കൂടുതൽ പോയപ്പോൾ നമുക്ക് കുറച്ച് ക്യാഷ്, കുറച്ച് കാർഡ് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ഉള്ള ബഡ്ജറ്റിനകത്തേക്ക് നമ്മൾ സാധനങ്ങൾ ചുരുക്കിയിട്ട് കുറച്ച് ഐറ്റംസ് നമ്മൾ തിരിച്ചും വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ പോയപ്പോഴാണ് അതിൻ്റെ ഫിസിക്കൽ കാർഡ് വേണം. അപ്പോൾ ഫിസിക്കൽ കാർഡ് ഉണ്ടായിരുന്നു ആളുടെ കയ്യിൽ. അതിൻ്റെ ആപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താ പറയുക, അപ്പം അവർ പറഞ്ഞു ആപ്പ് പറ്റത്തില്ല, ഫിസിക്കൽ കാർഡ് തന്നെ വേണമെന്ന്. സാധനങ്ങൾ പച്ചക്കറി എല്ലാം നമ്മൾ പാക്ക് ചെയ്തിട്ട് തിരിച്ചു വെക്കാനും പറ്റില്ലല്ലോ. അല്ലാത്ത പാക്കറ്റ് ഐറ്റംസ് നമുക്ക് തിരിച്ചു വെച്ചാലും വെജിറ്റബിൾസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു ബില്ലും അടിച്ച ശേഷം. അവസാനം ഒരു വഴിയില്ലാണ്ട് എന്തോ സാലറി വന്നിട്ടുണ്ടായിരുന്നതുകൊണ്ട് നന്നായി രക്ഷപ്പെട്ടു. എന്താ പറയുക, അതുകൊണ്ട് തൽക്കാലത്തിന് എടുത്ത് അതിന് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു അബദ്ധം എന്നല്ല, അങ്ങനെ ഒരു പ്രശ്നവും കൂടെ പറ്റി. ഇനിയിപ്പോൾ നോക്കാം നമുക്ക് എന്തുവാണെന്ന്.
ഹൈ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിച്ചതെന്ന് നോക്കാം. ഇപ്പം നമ്മൾ ആദ്യം കാണിക്കുന്നത് കുറച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുന്ന ഐറ്റംസ് മാത്രമാണ് കേട്ടോ. ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് വഴിയെ പച്ചക്കറികൾ ഫ്രോസൺ ഐറ്റംസ് അതൊക്കെ എടുക്കുന്നത് ഇപ്പോൾ. ബാക്കി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം, കുറച്ച് പണികളുണ്ട് അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഗ്രീൻ പീസ് വാങ്ങിച്ചിട്ടുണ്ട്, ഫ്രോസൺ ഗ്രീൻ പീസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ മിക്കവാറും സംഭവങ്ങൾ ഇടുന്നതായതുകൊണ്ട് അപ്പോൾ അത് തികയില്ല എന്നുള്ളതുകൊണ്ട് ഉണ്ടായിരുന്നില്ല, കുറച്ചുകൂടി വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട്. പിന്നെ ഇത് ചീസായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ എല്ലാം നമ്മുടെ സ്റ്റാർ ബസാറിൻ്റെ കമ്പനിയുടെ ബ്രാൻഡിൻ്റെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ലാഭമുള്ളത് കാരണം കൊണ്ട് നമ്മൾ ഒന്നെടുത്ത് ഒന്ന് ഫ്രീ ആയിരുന്നു, ഓഫർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ അത് വാങ്ങിച്ചു. വല്ലപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ പാസ്തയിലൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട്, സാൻഡ്വിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, പിന്നെ വാങ്ങിച്ചുകൊണ്ട് മുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സെറ്റ്. പിന്നെ ബ്രെഡ് വാങ്ങിച്ചു, സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ടത്തേക്കും നാളെ രാവിലത്തേക്കും കൂടെ ആവും, ആദ്യത്തെ ടിഫിനിലേക്കും ആവും. അപ്പോൾ അങ്ങനെ ബ്രെഡ് മേടിച്ചിട്ടുണ്ട് നമ്മൾ, വൈറ്റ് ബ്രെഡാണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ പുതിനയില, ഇതൊക്കെ നന്നായിട്ട് ഉണങ്ങുന്നുണ്ട് കേട്ടോ, പാടി പോകുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, വേറെ നിവർത്തിയില്ല നമുക്ക്. അവിടെ നമ്മൾ പുതിനയില വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന വല്ല ടിപ്സും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരണേ പ്ലീസ്. അപ്പോൾ പിന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് സെഷ്വാൻ ഫാബ്സ്റ്റാർ എന്ന് പറഞ്ഞാൽ, അതായത് ടാറ്റ പ്രൊഡക്റ്റ്, ടാറ്റ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ്. അതായത് സ്റ്റാർ ബസാർ ടാറ്റയുടെ പ്രൊഡക്റ്റ് ആണല്ലോ, കമ്പനിയാണല്ലോ. അപ്പോൾ അവിടെ ടാറ്റയുടെ ആണ് ഫാബ്സ്റ്റാർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് വരുന്നത്. സെഷ്വാൻ സോസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഒരു ക്യാബേജ് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ വെണ്ടയ്ക്ക വാങ്ങിച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക ഓൾറെഡി നമ്മുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നേരാക്കി വെക്കണം. ക്യാരറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, ഇപ്പോൾ വേറെ സലാഡിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന കാരണം. പിന്നെ എന്തായിരുന്നു, ക്യാപ്സിക്കം മേടിച്ചിട്ടുണ്ട്. പിന്നെ ലെമൺ വാങ്ങിച്ചിട്ടുണ്ട്. ലെമൺ കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ, ഭയങ്കര വില കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് എന്തോ ഫാറ്റ് കട്ടിങ്ങിൻ്റെ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി അജുവേട്ടൻ നോക്കിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ മല്ലിയില വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഇഞ്ചി, അതും അതുപോലെ ആ ഒരു ഫാറ്റ് കട്ടറായിട്ടുള്ള ആ ഒരു ഡ്രിങ്കിന് വേണ്ടിയിട്ടും, പ്ലസ് അതുപോലെ നമ്മൾ ഇഞ്ചി പിന്നെ മിക്കവാറും എല്ലാത്തിനും ആവശ്യമുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ വെളുത്തുള്ളി കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൽ നമ്മൾ അവർ പ്രൈസ് ടാഗ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത് പോയി. പിന്നെ നമ്മൾ വീണ്ടും ലൈനിൽ നിന്ന് പിന്നെ ബില്ലടിക്കണം. അപ്പം നമ്മൾ പിന്നെ നോക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ തിരിച്ച് വന്നു. ഇനി നമുക്ക് കുറച്ച് പണിയുണ്ട്, അതുകൂടെ കാണാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബാക്കി പ്രൊഡക്ട്സ് കൂടെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ എടുത്തിട്ട്. അങ്ങനെ ഞാൻ ചോളം വേവിച്ചതൊക്കെ എടുത്തിട്ട് നമ്മൾ സെപ്പറേറ്റ് അല്ലികളാക്കി ഡബ്ബയ്ക്കകത്ത് ഇട്ട് വെക്കുകയാണ്. അത് എന്തിനാണ്, എങ്ങനെയാണ്, എന്താണെന്നൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ അതിനിടയ്ക്ക് അജുവേട്ടൻ പറഞ്ഞു ബ്രെഡ് പക്കോട കഴിക്കാൻ തോന്നുന്നു, ബ്രെഡ് പക്കോട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീ കിഴങ്ങ് പുഴുങ്ങി വയ്ക്കുക. ആദ്യം ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഒരു 9:30, അപ്പോൾ പഠിച്ച് എഴുന്നേൽക്കുമ്പോൾ ഞാൻ കുറച്ച് നേരം ഉറങ്ങട്ടെ, ഒരു 9:30 ഒക്കെ ആകുമ്പോഴേക്കും വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ആൾ കിടന്നു കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കിഴങ്ങൊക്കെ ഒന്ന് പുഴുങ്ങി വേവിക്കാൻ വെക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ആദ്യം ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ബാക്കി സാധനങ്ങൾ കാണാം എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തെന്നുള്ളത്. നമ്മൾ പറഞ്ഞിട്ട് ഫാബ്സ്റ്റയുടെ തന്നെ ഒരു മാഗിയുടെ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വല്ലപ്പോഴും നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ച് വെക്കുന്നത്. സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴും വയ്യ തോന്നുമ്പോഴും രാവിലെ നേരത്തെ കുറച്ച് എഴുന്നേക്കാൻ ലേറ്റ് ആകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് കേട്ടോ. ഇതൊരു പാക്കറ്റ് മല്ലിപ്പൊടി വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ എണ്ണ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ഒരു 4 പാക്കറ്റൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. നോക്കട്ടെ കേട്ടോ, ഇടയ്ക്ക് ഞാൻ പറഞ്ഞ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ എണ്ണ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാബൂലി, നമ്മുടെ കടലില്ലേ, വെളുത്ത കടല, അത് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളുണ്ടല്ലോ പാസ്ത വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ ചുരുണ്ടിട്ട് പോലത്തുള്ള പാസ്ത വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. വൈറ്റ് സോസിലൂടെ ഉണ്ടാക്കി നോക്കാം, ഇടയ്ക്ക് ഒരു വെറൈറ്റിന്നൊക്കെ പണ്ട വാങ്ങിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു, പകുതിയിലെക്കാട്ടിലും കുറവായിരുന്നു വില, കാരണം അവരുടെ ടാറ്റ പ്രൊഡക്റ്റ് തന്നെ ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഇത് ഒരു തരം പാസ്തയാണ്. ഇത് നമ്മുടെ ഇങ്ങനെ വളഞ്ഞിട്ടുള്ള പുഴുവിൻ്റെ പോലത്തെ പാസ്ത. ഇതെന്താ പറയുന്നത് എനിക്ക് അറിയില്ല കേട്ടോ, നമ്മൾ അതുകൊണ്ട് ഇതാക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് നമ്മൾ വാങ്ങിച്ചിട്ട്, അതും ഫാബ്സ്റ്റയുടെ തന്നെയാണ്. 2 പാക്കറ്റ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതും buy 1 get 1 ഫ്രീ അങ്ങനെ എന്തോ ആയിരുന്നു. പിന്നെ ഗരം മസാല ചെറിയൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഉണ്ട്, നമുക്ക് സ്പെയറിന് വേണ്ടി വാങ്ങിച്ചു വെച്ചാൽ നമ്മൾ. പിന്നെ ഒരു പാക്കറ്റ്, ചെറിയ പാക്കറ്റ് കാശ്മീരി ചില്ലി പൗഡർ വാങ്ങിച്ചിട്ടുണ്ട്. കളർ അത്രയ്ക്ക് സുഖം തോന്നിയില്ല, പക്ഷെ എന്നാലും ഒട്ടും ഇല്ലാത്തതാണ് ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അത് സെയിം നമ്മൾ മാക്സിമം സ്റ്റാർ ബസാറിൻ്റെ പ്രൊഡക്ട്സിനെ കൂടുതലും വാങ്ങിച്ചിരിക്കുന്നത്. ഓൺ പ്രൊഡക്ട്സ് ആകുമ്പോൾ അവർക്ക് അധികം ചാർജസ് വരത്തില്ലല്ലോ. പൊതുവെ നമ്മൾ വില കുറവുള്ളതാണ് എപ്പോഴും നമ്മൾ വാങ്ങിക്കാറുള്ളത്. അപ്പം അവരുടെ ആട്ട വാങ്ങിച്ചിട്ടുണ്ട്, 2 കിലോന് 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചത് ചൊവ്വരി വാങ്ങിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഇതിൻ്റെ കഞ്ഞിയൊക്കെ ആണെങ്കിലും നമുക്ക് വെയിറ്റ് ലോസ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒന്ന് പരീക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക്.
പിന്നെ ഇടയ്ക്ക് നമ്മൾ വൈറ്റ് സോസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൺ സ്റ്റാർച്ച് മേടിച്ചിട്ടുണ്ട്, അതായത് കോൺഫ്ലോർ. പിന്നെ ചായപ്പൊടി ഒരു ചെറിയ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇതൊക്കെ നമ്മൾ മാസം വാങ്ങിക്കുമ്പോൾ പിന്നെ തീർന്ന് ഇടയ്ക്ക് വെച്ച് പറഞ്ഞാൽ ആൾക്കും ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളിങ്ങനെ വാങ്ങിക്കുന്നതാണ്. ചെറിയൊരു പാക്കറ്റ് വാങ്ങിച്ച് വെക്കുന്നതാണ്. ഒരു പാക്കറ്റ് ഉപ്പ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, അതും കാലിയാവാൻ പാടില്ല എന്ന് പറയില്ല, അതുകൊണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ ബ്രൗൺ കടലയില്ലേ, ചെറിയ സാധാരണ കടല, അതാണ്. പച്ചക്കറികൾ കഴിയുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ടൊക്കെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആട്ടര നമ്മൾ 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ കുറച്ച് പാടാണ്. തൽക്കാലം നമ്മൾ ഇതിൽ തന്നെ വെക്കും, നാളെ പതുക്കെ എടുത്ത് വെക്കണം ഓരോന്നും. പിന്നെ നമ്മൾ ബസ്മതി റൈസ് പല പുലാവിൻ്റെ, ബിരിയാണിയുടെ, അങ്ങനെ ബസ്മതി റൈസ് തന്നെ പല അരിക്കുകൾ പല രീതിയിൽ അരിയുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ 2 രീതിയിലുള്ള അരി നമ്മൾ കുറേശ്ശെ എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഓഫീസിലേക്ക് പുലാവും അല്ലെങ്കിൽ നമ്മൾ ദാൽ റൈസ് അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ തുവർ ദാളല്ല, മസൂർ ദാൾ എന്ന് പറയും, ചുവന്ന പരിപ്പില്ലേ ഇത്. കാരണം സാമ്പാർ പരിപ്പിനൊക്കെ നല്ല കോസ്റ്റാണ്. സെയിം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സെയിം നമ്മൾ വാങ്ങിക്കുന്ന ആ സാധാ പരിപ്പിൻ്റെ അതേപോലെ തന്നെയാണ് താനും കേട്ടോ. സാമ്പാർ പരിപ്പിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് താനും. കളറൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ യെല്ലോ കളർ ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ലല്ലോ. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്, ഒട്ടും ഇല്ലായിരുന്നു. പിന്നെന്തായിരുന്നു, കെച്ചപ്പ് വാങ്ങിച്ചിട്ടുണ്ട്, അതും നമ്മൾ ഫാബ്സ്റ്റേഡ്, അതായത് ടാറ്റ പ്രൊഡക്റ്റ് തന്നെയാണ്, സ്റ്റാർ ബസാറിൽ തന്നെ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഇത് ആദ്യം ബ്രിട്ടാനിയയുടെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ബ്രിട്ടാനിയയുടെ 2 ഇങ്ങനെ ബ്രെഡിനകത്ത്, എന്താ പറയുന്നത്, ബ്രെഡിനകത്ത് ഈ ക്രീമൊക്കെ ആയിട്ട് വരത്തില്ലേ, അങ്ങനത്തെ 2 ബ്രെഡ് മേടിച്ചിട്ട് ക്രീം ബണ്ണ് മേടിച്ചിട്ടുണ്ട് 2 പിന്നെ എന്തായിരുന്നു, നേരത്തെ നമ്മൾ വാങ്ങിച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ 1 കൂടെ. എനിക്കൊന്നത് ബൈ 1 get 1 ഫ്രീ ആയിരുന്നു തോന്നുന്നു കേട്ടോ. അതുപോലെ രാജ്മ, ആക്ച്വലി നമ്മളിത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പോൾ ഇത് എന്താ പറയുക, അപ്പം അജുവേട്ടന് മതി മരുന്ന് അവർ കഴിക്കും എന്ന് പറഞ്ഞിട്ട്. അവന് ആക്ച്വലി പ്രോജക്റ്റിന് വേണ്ടി 3-4 വേണ്ടിയിരുന്നത്, നമുക്ക് അങ്ങനെ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. സോറി ഫ്രണ്ട്സ്, പുറകിൽ കുക്കറിൻ്റെ ശബ്ദമായിരുന്നു. നമ്മൾ നമ്മുടെ എന്താ പറയുക, അപ്പോൾ രാജ്മ നമ്മൾ അതുകൊണ്ട് കുറച്ച് 2-3 നമ്മൾ നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് 3-4 കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. കറി അവർ പറഞ്ഞു കഴിച്ചോളാൻ ഇഷ്ടമാണ്, നമ്മുടെ റൈസിലൂടെയൊക്കെ നല്ലതാണ്, ബിരിയാണി റൈസിലൂടെയൊക്കെ, പ്ലെയിൻ റൈസിലൂടെ. പിന്നെ നമ്മൾ പവ വാങ്ങിച്ചിട്ടുണ്ട്, അതായത് വെള്ള അവിൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഉഴുന്ന് പരിപ്പാണ് കേട്ടോ. സാമ്പാറല്ല, ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കടുക് വാങ്ങിച്ചിട്ടുണ്ട്, ഒരു ചെറിയ പാക്കറ്റ്. കടുക്, ഉപ്പ്, അരി, ഇതൊന്നും നമ്മൾ പറയില്ലേ കാലിയാക്കാൻ പാടില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് അതും ഒരു ചെറിയ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഉണ്ട് നമ്മളടുത്ത്, പക്ഷെ എന്നാലും ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കാലിയാക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് സേഫ്റ്റിക്ക് വാങ്ങിച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ളത് ഭയങ്കര വലിയ കടുകാണ്, അതുകൊണ്ട് അത് അടുത്തൊന്നും തീരും തോന്നുന്നില്ല. കൂടുതൽ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് അതിൻ്റെ ചുവ വരുന്നതുകൊണ്ട് നമുക്ക് അധികം ഇടാൻ പറ്റില്ല അതിനകത്ത്. ഇത് വേറൊരു തരത്തിലുള്ള മക്രോണി പാസ്ത, അങ്ങനെ എന്തോ ഫാബ്സ്റ്റേഡാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ MRP-യെക്കാട്ടിലും പകുതിയിൽ കൂടുതൽ വില കുറവുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വാങ്ങിച്ചത്. അല്ലെങ്കിൽ നമ്മളിതൊന്നും വാങ്ങിക്കില്ല, നമ്മൾ ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഏറ്റവും വല്ലപ്പോഴും ചേഞ്ചസിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചോറ് വെക്കുന്ന കൊല്ലം റൈസോ അങ്ങനെ എന്തോ കോളം റൈസാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ സാധാരണ ചെറിയ അരി വരെ ചോറ് വയ്ക്കുന്ന കുഞ്ഞി അരി, ആ അരി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം മാക്സിമം നോക്കാം നമുക്ക് എത്രത്തോളം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മാക്സിമം നമ്മളത് കൊണ്ടുപോകണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ, ഈ പറഞ്ഞ പോലെ കൂടുതൽ നമ്മുടെ ബഡ്ജറ്റിനെക്കാട്ടിലും കൂടുതലായിട്ടുണ്ടായിരുന്നു, കാർഡ് യൂസ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആളുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇനി നമുക്ക് ഇനി അടുത്ത രാത്രിയുടെ ഓരോ പണികളിലേക്ക് പോകണം. നമ്മൾ കിഴങ്ങൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്, സാൻഡ്വിച്ചോ അല്ലെങ്കിൽ ബ്രെഡ് പക്കോട ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്കിനി അത് അജുവേട്ടനാണ് ഉണ്ടാക്കുക മാക്സിമം. അപ്പം അജുവേട്ടൻ്റെ നമുക്ക് റെസിപ്പി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി, ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ. അപ്പം ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ. അങ്ങനെ പതുക്കെ നമ്മൾ ഓരോന്നും താഴെ അതേ ബിഗ് ഷോപ്പറിൽ തന്നെ ആക്കി വെച്ചു. കാരണം നാളെ രാവിലെയൊക്കെ റെഡിയാക്കി വെക്കാം എന്ന് പറഞ്ഞു, എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെക്കാം, ഇപ്പോൾ ടൈമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം കൂടെ ഒരു ബിഗ് ഷോപ്പറിനകത്ത് ആക്കി വെക്കുകയാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങൾ ഫ്രിഡ്ജിലും, അല്ലാതെ നേരത്തെ ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നുപോയ സാധനങ്ങൾ. പിന്നെ മയണൈസ് ഉണ്ടോയെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ. അപ്പോൾ ഞാൻ ഉണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്ത് കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. മയണൈസ് അതിൻ്റെ എക്സ്പയറി ഓഗസ്റ്റിലും കൂടി ഉള്ളൂ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അതിനുള്ളിൽ കാലിയാക്കി നിൽക്കുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മല്ലിയിലയും പുതിനയിലയും അതുപോലെ ഇലവർഗ്ഗങ്ങൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കായിരുന്നു. അതായത് നമ്മളൊരു തുണി എടുത്തിട്ട് അതിനകത്ത്
നമ്മൾ ഇത് പൊതിഞ്ഞിട്ട് മല്ലിയില ഇലവർഗ്ഗങ്ങൾ പൊതിഞ്ഞിട്ട് ജസ്റ്റ് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക. അപ്പോൾ അറ്റത്ത് ഞാൻ എന്താണെന്ന് വെച്ചാൽ വെയിൽ കട്ട് ചെയ്യാത്ത കാരണം ഒരു ടിഷ്യൂ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ, കേട് വരണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അടർത്തിയെടുത്ത നമ്മുടെ കോണുണ്ടല്ലോ, ഞാൻ വേവിച്ചിട്ട് ഉപ്പൊന്നും ഇടാണ്ട് വേവിച്ചിട്ട് ഞാൻ അടർത്തിയെടുത്തിട്ടുണ്ടായിരുന്ന കോണായിരുന്നു കേട്ടോ. ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ സിംഗിളായിട്ട് അടർത്തിയെടുത്ത കോണായിരുന്നു. ഇനി നമുക്കിത് ഒന്ന് ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്ന് വെള്ളം വാരാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ചീത്തയെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിനി ഒരുപാട് ദിവസം വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, 2-3 ദിവസമൊക്കെ നമുക്ക് ഒപ്പിച്ച് വെക്കാമെന്ന് മാത്രം കേട്ടോ. അപ്പം ഞാൻ ഈ കോൺ എടുത്തിട്ട് ഞാനിത് എടുത്തിരിക്കുന്നത് തൈരിൻ്റെ ഒരു ഡബ്ബയാണ് കേട്ടോ. അപ്പോൾ ഈ തൈരിൻ്റെ ഡബ്ബയ്ക്ക് എടുത്ത് നമ്മൾ ഇട്ടിട്ട് മേളിൽ വേണമെങ്കിൽ ഒരു ഫോയിൽ പേപ്പർ വെക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിക്കാം. അപ്പം അധിക ദിവസം യൂസ് ചെയ്യാൻ പറ്റുന്നൊന്നും പറയണില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ സലാഡ്സ് ഉണ്ടാക്കുമ്പോൾ സലാഡിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തായിരുന്നു പാസ്ത ഉണ്ടാക്കുമ്പോൾ അതിൽ ആഡ് ചെയ്യാം. അതേപോലെ സാൻഡ്വിച്ചിൽ അങ്ങനെ പല പല കാര്യങ്ങളിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഇഷ്ടമാണ്, നമ്മൾ എന്തൊക്കെ ഇടുന്ന നമ്മൾ എന്ത് കഴിക്കുന്നത് നമ്മുടെ ഇഷ്ടമല്ലേ. അപ്പോൾ നമ്മളിനി ഇത് മൊത്തം ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആഡ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ചിലപ്പോൾ ചിലർ തോന്നും എന്തുവാ വട്ടാണോ എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മുടെ സൗകര്യം, നമ്മൾ എങ്ങനെ കഴിക്കണം, എന്ത് കഴിക്കണം, നമ്മുടെ ഫുഡ്, നമ്മുടെ മക്കളുടെ നമ്മുടെയൊക്കെ ഫുഡ് ഹെൽത്തി ആയിരിക്കണം എന്നുള്ളത് നമ്മുടെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമ്മുടെ കോമ്പിനേഷൻ. ഇപ്പോൾ ഡ്രസ്സ് ആണെങ്കിലും ശരി, പലരും പലതും ഇടുന്നില്ലേ. അപ്പം അത് ഓരോരുത്തരുടെ സൗകര്യമൊക്കെ, മറ്റുള്ളവരെ ആലോചിച്ചിട്ടല്ലോ ആരും ഇടുന്നത്. എന്നപോലെ തന്നെയാണ് ഫുഡും. നമ്മുടെ സൗകര്യം, നമ്മുടെ ഇഷ്ടം, നമുക്ക് വേണ്ടതുപോലെ നമ്മൾ ചെയ്യാം, അത്രേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമാണോ, നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഇഷ്ടമാണോ, അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതിനകത്ത് ആക്കിയിട്ട് ഇനി നമ്മൾ എയർ ടൈറ്റ് ഡബ്ബയ്ക്കകത്ത് ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ നിന്ന് അടച്ചും കൂടെ വയ്ക്കട്ടെ. അകത്ത് നമ്മളൊരു ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ, എന്താ പറയുക, ഫോയിൽ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ. ഞാൻ നോക്കട്ടെ, വെള്ളം ഉടുക്കലുണ്ടിരിക്കാൻ നോക്കട്ടെ, ഞാൻ എത്ര ദിവസം ഇരിക്കാൻ പറ്റും നോക്കിയിട്ട് നിങ്ങളോട് ഞാൻ പറയാം കേട്ടോ. എത്ര ദിവസം ഇരിക്കുന്നൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഞാനും ഇങ്ങനെ ട്രൈ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ അപ്പോൾ യൂസ് ചെയ്യാറേ ഉള്ളൂ. നമ്മൾ ആകെ യൂസ് ചെയ്യാറുള്ളത് ഗ്രീൻ പീസ് മാത്രം. ഞാൻ ഇതുപോലെ വാങ്ങിച്ചിട്ട് തൊലി കളഞ്ഞെടുത്ത ശേഷം നമ്മളത് ഇതുപോലെ ഒന്നരയും സിപ്പ് ലോക്ക് കവറിലോ ആയിട്ട് ഡബ്ബയ്ക്ക് അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതെനിക്ക് അറിയില്ല, എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ഞാൻ പറയട്ടെ എന്താ അഭിപ്രായം എന്നുള്ളത്. ഫ്രീസറിൽ വെക്കാം. 4 കോൺ ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, അത് മൊത്തം ഇട്ടിട്ട് ഇത്രേ വന്നുള്ളൂ. ഇങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ കുറവാണല്ലേ. അപ്പോൾ ഇതാ നമുക്കിനി ഫ്രീസറിൽ സൂക്ഷിക്കാം. ഓൾറെഡി നമ്മൾ ഫ്രീസറിനകത്ത് തേങ്ങാക്കുത്തുണ്ട്, പാൽപ്പാടയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇന്നിപ്പോൾ നമ്മൾ വാങ്ങിച്ച ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഇതും സൂക്ഷിക്കാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കിഴങ്ങുണ്ടല്ലോ, ചൂടുവെള്ളം കളഞ്ഞിട്ട് വെള്ളം കുറച്ച് താഴെ പോയി. ചൂടുവെള്ളം കളഞ്ഞിട്ട് നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് തണുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ നന്നായി ചൂടായി. വീണ്ടും ഇപ്പോൾ കഴിക്കാനുള്ളതായതുകൊണ്ട് ഇനി വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ വെള്ളം നിറച്ചിട്ട് പച്ചവെള്ളം നിറച്ച് വെക്കുന്നുണ്ട് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിലൂടെ ചെറിയതായിട്ട് ഒന്നൊന്ന് വാങ്ങിയിട്ട് എഴുന്നേക്കട്ടെ കൊണ്ട് ആൾ കിടന്നിട്ടുണ്ട്. 9:30 വിളിക്കുമ്പോൾ 9:15 കഴിയുമ്പോൾ. അപ്പോൾ നമ്മളിനി 9:30 ആകുമ്പോൾ ആൾ വിളിക്കും. അപ്പോൾ ഞാൻ വെച്ച് കിഴങ്ങൊക്കെ ഒന്ന് ചൂടാറുകയാണെങ്കിൽ ചൂടാറാണിക്കോട്ടെ. പ്ലസ് നമുക്ക് തൊലിയും കൂടെ കളഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇന്ന് വെള്ളം നിറച്ച് വയ്ക്കുന്നുണ്ട്. അതൊരിക്കൽ ഞാൻ താഴെ ഒരു അബദ്ധം പറ്റി, താഴെ തുടച്ചപ്പോൾ ഉള്ള വെള്ളം അത് ഓർക്കാതെ ഞാൻ കൈ കഴുകിയുടെ പാത്രമുള്ള നോക്കാണ്ട് അത് ഞാൻ വീണ്ടും വെള്ളം കളഞ്ഞ് ഒന്നുകൂടെ നിറച്ച് വെച്ചത്. അപ്പോൾ നമുക്കിനി സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് ബ്രെഡ് പക്കോട ഉണ്ടാക്കുന്ന സമയത്ത് കാണാം. ഓക്കെ, അപ്പോൾ ഇടയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അത് പിറ്റേ ദിവസം ഉണങ്ങിയ ശേഷം കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കും കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ആൾ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിഴങ്ങും ഇതൊക്കെ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അജുവേട്ടന് എഴുന്നേറ്റ് വന്ന് ബജ്ജി ഉണ്ടാക്കി അത്ര പെർഫെക്റ്റ് ആവാത്തതുകൊണ്ട് കാണിക്കുന്നില്ല റെസിപ്പി, പിന്നെ എപ്പോഴെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ കഴിക്കുകയാണ്. അജുവേട്ടനോട് ഉണ്ടാക്കിക്കൊണ്ട് അവിടെ നിന്നുകൊണ്ട് അവർ കഴിയാറായി. എനിക്ക് രാത്രി ബജ്ജി മാത്രമായിട്ട് എപ്പോഴും പറ്റില്ല, കാരണം വേറെ ഉണ്ടാക്കും കപ്പ, അതുപോലെ ബജ്ജിയോ കാര്യങ്ങൾ മാത്രമായിട്ട് കഴിച്ച വയറ് നിറയില്ല, വയറ് വേദന എടുക്കുകയും ചെയ്യും അസിഡിറ്റിയുടെ പ്രശ്നം കൊണ്ട്. അപ്പോൾ കുറച്ച് ചോറുള്ളതും വേറെ ഒന്നും ഇല്ലെങ്കിൽ നിവർത്തിയില്ലായിരുന്നു. അപ്പോൾ ചോറുള്ളത് കൊണ്ട് പിന്നെ അവർക്കാർക്കും വേണ്ട ചോറ്. അപ്പോൾ ഞാൻ ചോറും വെണ്ടയ്ക്കും കൂടെ കഴിച്ചു, മറ്റേ ടേസ്റ്റിന് മാത്രം എടുക്കുന്നേ ഉള്ളൂ. ഇതേ അതുകൂടെ സോഡയും കൂടെ വന്നിട്ടുണ്ട്. അയാൾ പൊക്കി പിടിക്കും. തുണിക്ക് കണ്ടിട്ട് തന്നെ ഇനി ചാനൽ കമൻറ്റ് ബോക്സ് ഓഫ് ആവും. അപ്പോൾ ശരി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എന്നിട്ട് പറഞ്ഞു ഗുഡ് നൈറ്റ്. അച്ഛൻ്റെ ഉറക്കൊരു ഗുഡ് നൈറ്റ് പറഞ്ഞേ. ഉറക്കേ ആളന്ന് ഗുഡ് നൈറ്റ് പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇട്ടിട്ട് നിൽക്കുന്ന കാരണം
ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഓക്കെ, മറ്റൊരു ആയിട്ട് കന്നിരിക്കും. ബൈ, സീ യു, ഗുഡ് നൈറ്റ്.